الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون الذين يقيمون الصلاة ومما رزقناهم ينفقون أولئك هم المؤمنون حقا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാന്യ വിശ്വാസിനിമാരെ സഹോദര സഹോദരിമാരെ അല്ലാഹുവിൻ്റെ നിയമ നിർദ്ദേശന ജീവനത്തിലെ എല്ലാ സന്ദർഭത്തിലും സൂക്ഷിച്ചിട്ട് പ്രത്യേകിച്ചിട്ട് തങ്ങളെ രഹസ്യ ജീവനത്തിൽ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടു തഖ്വ കൈവിടാമാറ് ജീവനത്തെ മുന്നൽക്കും പോനോ ചെന്ത് സ്വന്ത നഫ്സരെ മറക്കാണ്ട് ഇവിടെ കൂടിയതായി ഓരോ വിശ്വാസിനിമാരൊട്ടിಗೆ ನಾನು വസിയത്താക്കിയിട്ടുള്ള ഉപദേശാക്കിയിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു തആല ആ നിലക്ക് ജീവിക്കുകയും മരിക്കുന്നതായ സന്ദർഭത്തിൽ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചു കൊണ്ടുത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചിട്ട് മരിക്കുകയും നാളെ പരലോകത്ത്
അവിടെ ജന്നാത്തുൽ ഫിർദൗസുലും ഇതുപോലെ ഒട്ടിಗೆ ಸೇರಗುಲ್ಲದಾಯ മഹാ സൗഭാഗ്യ റബ്ബ് സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻഫാൽ അതിലെ 1-2 ആയത്തായി തിക്ർ നിങ്ങളെ മുന്നിൽ ഓതിയിട്ടുള്ളേ. ഒരു വിശ്വാസി എന്ന നിലക്ക് അവനൊട്ടിಗೆ ഉണ്ടാവേണ്ടതായ ഗുണങ്ങൾ എന്തെല്ലാം തിക്ർ ചെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് പടിപാട്ടിത്തണ്ട്. വിശുദ്ധ ഖുർആനിൽ നാനാ ആയത്തിൽ മനുഷ്യന്മാരെ സംബന്ധിച്ചിട്ട് പല വിശേഷണങ്ങൾ കൊടുത്തതായിട്ട് കാണാൻ സാധ്യ. മുസ്ലിം ചെല്ലുമ്പോഴത്തേക്കു അള്ളാഹുവിൻ്റെ കൽപ്പനകൾ നിർദ്ദേശനങ്ങൾ അനുസരിച്ചിട്ട് സമ്പൂർണമായിട്ട് അള്ളാഹുക്കു സമർപ്പിച്ചിട്ട് ജീവിക്കുന്നവരുടെ പേരായി തിക്കർ മുസ്ലിം ചെന്നിട്ടായെങ്കിൽ. അതേപോലെ കാഫിർ അതൊരു വിശേഷണ. അള്ളാഹുവരെ മതത്തെ നിഷേധിച്ചിട്ട് തള്ളുറതായ ആൽമാർ അങ്ങ് കാഫിർ ചെന്തും. കപടവിശ്വാസിമാരായിട്ട് ജീവിക്കുന്നതായ ആൽമാർക്ക് മുനാഫിക്കെന്തും. തിന്മയിൽ എന്ത് മാറി നിണ്ടെത്ത് സൂക്ഷ്മത്തെ പുലർത്തി ജീവിക്കുന്നതായ ആൽമാർക്ക് മുത്തഖി ചെന്തും. ഇഖ്ലാസോടുകൂടി നല്ല നിയ്യത്തോടുകൂടി ഇബാദത്തെടുക്കുന്നതായ ആൽമാർക്ക് മുഖ്ലിസ് ചെന്തും. സത്യവാന്മാരായിട്ടുള്ള ആൽമാർക്ക് നേർച്ചെല്ലതായ ആൽമാർക്ക് സ്വാദിഖ്. അതുപോലെ കളവ് ചെന്ന് നടക്കുന്നതായ ആൽമാർക്ക് ഖാദിബും. ഇങ്ങനെ ഖുർആൻ്റെ നാനാ ജാഗയിലും ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യരായ ആൽമാരെ ഗുണവിശേഷണങ്ങൾ അല്ലാഹു നമുക്ക് പടിപാട്ടി തന്ന. ആരെയും ആക്ഷേപിക്കേണ്ട ആവശ്യകതയില്ല. ഇന്ന ആളെ നോക്കിയിട്ട് നീന മുഅ്മിൻ, മുനാഫിക്ക്, കാഫിർ ചിലരുടെ ആവശ്യകതയില്ല. ആരെല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല എന്തെല്ലാം വിശേഷണങ്ങൾ കൊടുത്തുരു ആ ഗുണങ്ങളുള്ളതായ ആൽമാരായി തിക്റാറ് ഇത്തര വിശേഷണങ്ങൾക്ക് അർഹതപ്പെട്ടതായ ആൽമാർ. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല മുഅ്മിൻ ആറ് ചെന്ത് പടിപാട്ടിത്തണ്ട്. മുഅ്മിൻ ആറ് ഓണ്ട് നോക്കിയിട്ട് ഓന് മുഅ്മിൻ, ഓനു കാഫിർ, മുനാഫിക്ക്, ഓന് ഖാദിബുൻ ചെല്ലകില്ല. അല്ലാഹു സുബ്ഹാനഹു തആല പടിപാട്ടിയതായ ഈ വിശേഷണങ്ങൾ, ഗുണങ്ങൾ, 5 കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല ഗുണവിശേഷണ ഒരു മുഅ്മിനക്ക് കൊടുക്കും. അത് എന്തുണ്ടായെങ്കിൽ അവൻ്റെ പേര് മുഅ്മിൻ, യഥാർത്ഥ മുഅ്മിൻ. ഈ ആയത്തിലൂടെ അവസാനമായിട്ട് അല്ലാഹു ചൊല്ലുന്നത് ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ. ഹക്കായിട്ടുള്ള മുഅ്മിൻ ചെന്നെങ്കിൽ 6 ഇത് ഇങ്ങായി തിക്കറ്. 5 ഗുണവിശേഷണങ്ങൾ ഒരു മുഅ്മിനക്ക് വേണം. പിന്നീട് ആരെയും സർട്ടിഫിക്കറ്റ് ആവശ്യകതയില്ല. അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് പടിപാട്ടി തന്നതായ ഗുണവിശേഷണങ്ങൾ ഏതെങ്കിലും ഒരു കോളേജിൽ പോയിട്ട് നേടിയെടുക്കേണ്ട ഒരു ബിരുദമല്ല. ഏതെങ്കിലും പണം കൊടുത്തു എടുക്കുകയുള്ളതല്ല. ഒരു അല്ലാഹു സുബ്ഹാനഹു തആല കൊടുക്കുന്നതായ ബിരുദാച്ചല്ല. മുഅ്മിനും മുഖ്ലിസും അതുപോലെ മുത്തഖിയും അതുപോലെയുള്ളതായ വലിയ വിശേഷണങ്ങൾ കൊടുക്കുന്ന ഔലിയ, ഏതെങ്കിലും സമുദായത്തിൽ ഏറ്റവും നല്ല മനുഷ്യനായിട്ട് ജീവിക്കുമ്പോഴത്തേക്കു ഓണുകുന്നങ്ങ ഒരു ഔലിയ ബിരുദ കൊടുക്കുക ചെന്ന് കൊടുക്കുകയില്ലേ ഒരു വസ്തുവല്ല.
ഔലിയ ബിരുദ ചെല്ലും, അല്ലെങ്കിൽ ദൈനംദിനമായിട്ട് പള്ളിക്ക് നിസ്കരിക്കുക വേണ്ടതുകൊണ്ടേ ഓനൊരു മുസല്ലി അങ്ങനെ ഒരു ബിരുദ കൊടുക്കൂ. ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല. അങ്ങനെ മനസ്സ് റബ്ബും അവനുമായിട്ട് ബന്ധപ്പെട്ടതായിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല എന്തൊരു വിശേഷണ കൊടുത്തുറാണ്, ആ വിശേഷണ ഉൾക്കൊള്ളുമ്പോഴത്തേക്കറ് അവന് യഥാർത്ഥ അള്ളാഹു സൂചിപ്പിച്ചതായ വിശേഷണത്തക്ക് അർഹനായിട്ട് തീർന്നത്. ഒരാളെ കണ്ടെത്ത് അവിടെ നോക്കിയെത്ത് ഞങ്ങൾക്ക് വിലയിരുത്തക്കു സാധ്യമല്ല. ഇന്നേ മനുഷ്യ മുത്തക്കി സാധാരണ ഞങ്ങൾ ചെന്നോണ്ടുള്ള അങ്ങനെ ആയിത്തേക്ക് നല്ല മനുഷ്യ, മുത്തക്കിയായ മനുഷ്യ. പക്ഷേ അവനും അവൻ്റെ റബ്ബ് മാത്രമായിത്തേക്ക് ಅದಕ್ಕೆ ഏറ്റവും അറിയറവನು മനസ്സിലാക്കുറം. അപ്പം ഈ ഗുണവിശേഷണങ്ങൾ ഉണ്ടെങ്കിൽ അവന് ಅದಕ್ಕೆ അർഹതയുണ്ട്, യോഗ്യതയുണ്ട്. അല്ലാത്തങ്ക് യോഗ്യതയില്ല. യഥാർത്ഥ മുഅ്മിനാവല, യഥാർത്ഥ ഖാലിസായിട്ടുള്ള ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖ, ഹഖ്ഖായിട്ടുള്ള മുഅ്മിൻ ചെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല വിശേഷിപ്പിച്ചത് ഇങ്ങനായി തിക്കറ് 5 ഗുണവിശേഷണങ്ങൾ. അതുകൊണ്ടായി തിക്കറ് ഒരാളെ നോക്കിയിട്ട് വലിയ ചെല്ലണ്ട ചെന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പടിവാട്ടി തന്ന ഒരാൾ ആകാശത്തിലൂടെ പറന്നു വന്നാണ്, അല്ലെങ്കിൽ തന്നിരമേൽ നടന്നോട്ട് പോകണ്ട, സാഗരത്തിൽ സമുദ്രത്തിൽ നടന്നോട്ട് പോകണ്ട. അവിടെ നോക്കിയിട്ട് നീന് വഞ്ചിക്കപ്പെടണ്ട, അല്ലെങ്കിൽ അവിടെ നോക്കിയിട്ട് നീ വലിയവർ ഔലിയായി തിക്കറ്, വലിയ കറാമത്തുള്ള മനുഷ്യ തന്നിരമേൽ നടന്നോട്ട് വന്നല്ലേ, ആകാശത്തിൽ എന്ത് പറന്നത്ത് വന്നല്ലേ ചെന്ന് നോക്കേണ്ട. നേരെ മറിച്ച് നീന് പരിഗണിക്കേണ്ടത്, നോക്കേണ്ടത് അവിടെ ഖുർആനും സുന്നത്തിലും അവർ എത്രമാത്ര അതിനെ ഫോളോ ആക്കിയിട്ട് ജീവിക്കാനാ, അതായി തിക്കറ് നീന് നോക്കേണ്ടത് ചെന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പടിപാട്ടിത്തൻ. അപ്പോൾ ആറായി തിക്കറ് ഇന്നമൽ മുഅ്മിനൂന, മുഅ്മിനേങ്ങ ചെന്നെങ്ങ ആറ് ഇദാ അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത്തു ഖുലൂബുഹും. ഒന്നാമത്തെ ക്വാളിറ്റിയായിട്ട് ഗുണവിശേഷണമായിട്ട് അള്ളാഹു പടിപാട്ടി തന്നത്, അള്ളാഹുരെ സംബന്ധിച്ചിട്ട് അങ്ങലോട്ടിಗೆ ചെന്നുണ്ടായെങ്കിൽ അല്ലെങ്കിൽ മനസ്സിലാക്കിയുണ്ടായെങ്കിൽ വജിലത്ത് കുലൂബുഹും, അങ്ങനെ ഹൃദയത്തുകൊരു പേടിയുണ്ടാവൂ. അള്ളാഹുരെ സംബന്ധിച്ചിട്ട് അള്ളാഹുരെ ഇഖാബ് ശിക്ഷ നരകത്തെ സംബന്ധിച്ചിട്ട് മനസ്സിലാക്കുമ്പോഴത്തേക്കു പഠിക്കുമ്പോഴത്തേക്കു അവിടെ ഹൃദയത്തിലൊരു പേടിയുണ്ടാവും. ഏതെങ്കിലും ഒരു രാജ്യത്ത് ഒരു അപകടമുണ്ടാവുമ്പോഴത്തേക്കു മനസ്സിലാക്കിയതായി തിക്റ് വയനാട്ടിൽ, അതുപോലെയുള്ള ജാഗയിൽ അള്ളാഹുരെ ഈ കാബ് വരുമ്പോഴത്തേക്കു ശിക്ഷ വരുമ്പോഴത്തേക്കു അവിടെ ഹൃദയത്തിലൊരു പേടി ഉണ്ടാവും. എപ്പായി തിക്റ് അടുത്ത ലക്ഷ്യ, അടുത്ത മണ്ണിടിച്ചൽ, അടുത്ത കാത്തു പണ്ടത് പ്രളയ പണ്ടത് ഓടായി തിക്കു ചെല്ല ഒരു പേടിയുണ്ട്. ജാവു കിടന്നുറങ്ങൂ സാധിക്കില്ല. ചില ജാഗയിൽ ഇണ്ടും പേടിച്ചോണ്ട് ഒരു മറ മുട്ട ഇന്നുണ്ടായെങ്കിൽ പേടി എപ്പായി തിക്കറ് ഔത്തുക പോൽഡേ. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു തആല പരീക്ഷണങ്ങൾ കൊടുക്കുമ്പോഴത്തേക്ക് അതിനെ ഉൾക്കൊണ്ടെത്തു, അതിനെ പേടിച്ചിട്ട് ജീവിக்கிறവനായി തിക്കറ് വിശ്വാസി. മടങ്ങി വരും, തിരിച്ചറിവുണ്ടാവും. വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബർ ലഅല്ലഹും യർജിഊൻ. ചെറിയ ചെറിയ ശിക്ഷകൾ ഖിയാമത്ത് നാളുക മുന്നോടിയായിട്ട് വന്നുകൊണ്ടിരിക്കും, അധികരിച്ചുകൊണ്ടിരിക്കൂ ചെന്തായി തിക്കറ് അല്ലാഹുരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്ന് കസീറാവും തുക്സിറു സലാസിൽ ചമ്മ സലാസിൽ സിൽസാൽ ഭൂകുസിത ഭൂകമ്പങ്ങൾ വർദ്ധിക്കു ചെന്തായി തിക്കറ് യാറാവും. തെല്ലല്ല ചമ്മ ഉണ്ടാവും. നൂറുകണക്കിൽ ആയിരക്കണക്കിൽ കുലുക്കങ്ങളും ഭൂകമ്പങ്ങളുമെല്ലാം നടന്നു പോയിരും. അപ്പം ഇതെല്ലാം മനസ്സിലാക്കുമ്പോഴത്തേക്കും അവിടെ ഹൃദയത്തിൽ ഒരു പേടിയുണ്ടാവൂ. വമാ നുർസിലു ബിൽ ആയാതി ഇല്ലാ തഖ്വീഫ. ആയത്തുകൾ ഞങ്ങൾ കൊടുക്കുന്നത്
പേടിക്കുകയായിത്തിക്കറ്. പേടിക്കുകല്ലാണ്ട് വേറെന്തുകൊള്ള. മനുഷ്യന്മാർ തിരിച്ചെത്ത് വരണോ, അതല്ലാണ്ട് പരസ്പര ഒരു അപകട പറമ്പത്തുകു കളിയാക്കുകയും പരിഹസിക്കുകയുള്ളതല്ല. ഏതെങ്കിലും രാജ്യത്തെ നോക്കിയിട്ട് ഭരണത്തെ നോക്കിയിട്ട് ഗവൺമെൻറ്റ് എന്തും സാധ്യമായിട്ട് തീരല്ലല്ലേ ചെന്ന് പരിഹാസാക്കുകയുള്ളതല്ല. എത്രയോ നാളായിട്ട് ഒരു മണ്ണിടിച്ചൽ അടിയിൽ പോയി ഒരു ടാങ്കർ ലോറിയെ കണ്ടുപിടിക്കുക സാധിക്കാത്ത ഭരണകൂട ചെന്ന് പരിഹസിക്കുന്നതായ ആൾമാർ. ലോകത്തിലെ വിവിധ ജാഗയിലുള്ളതായ എന്തെങ്കിലും വസ്തുവിനെ കണ്ടുപിടിക്കുന്നതായ മനുഷ്യ ഒരു ടാങ്കർ ലോറിയെ കണ്ടുപിടിക്കുക സാധിക്കില്ലല്ലേ ചെന്ന് പരിഹാസ രൂപത്തിൽ ചെല്ലതായ ആൾമാർ. അങ്ങനെ ഏതെങ്കിലും പരിഹസിക്കുകയുള്ളതല്ല. ഏതെങ്കിലും സംഘടനരെ നോക്കിയിട്ട് പരിഹാസാക്കുകയുള്ളതല്ല. അങ്ങനല്ലേ അവിടെ ഉണ്ട് വന്നത്, അവിടെ നശിച്ചു പോട്ടു, അവിടെ പോകണമേ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പള്ളിരെ നോക്കിയിട്ട്, അല്ലെങ്കിൽ ദർഗത്തെ നോക്കിയിട്ട്, അല്ലെങ്കിൽ അമ്പലത്തെ നോക്കിയിട്ട്, ചർച്ചിലെ നോക്കിയിട്ട് അത് പൊളിഞ്ഞു പോട്ടു, അത് മുങ്ങിത്തു പോട്ടു ചെല്ലതായി ആ ഒരു മനോഭാവ ഒരു സത്യവിശ്വാസിക്ക് എപ്പോഴും ഉണ്ടാവുക തീര. അത് അംഗീകരിക്കില്ല. അത് ആരാക്കി തിന്നുണ്ടായെങ്കിലും എൻ്റെ വ്യാപകമായിട്ട് വൈറലായോണ്ടിക്ക് ഓരോ ഗ്രൂപ്പറെ ഇന്ന ആൾ ഇത് ചന്ത്, ഇന്ന ഗ്രൂപ്പ് ഇത് ചന്ത് ഇങ്ങനെ പരിഹാസ രൂപത്തിൽ വിശ്വാസിമാരുടെ ഇടയിൽ പ്രചാരാക്കിക്കൊണ്ടുള്ളതായ ആൾമാർ. അതിലെന്തും കാര്യമില്ല. ഒരു വിശ്വാസി മനസ്സിലാക്കുള്ളത് അതിൽ ചിന്തിക്കുകൊണ്ട് പഠിക്കുകൊണ്ട് ഒരു അപകട പറമ്പത്തുകു അടുത്തത് നൻ്റെ ലക്ഷ്യമായി തിക്കറ് മരണമായി തിക്കറ് ചെല്ലതായേ ആ നെനപ്പ് വേണം. അതായത് തിക്കറ് വിശ്വാസി. വല്ലദീന ഇദാ ദുഃഖിറൂ ബിആയാതി റബ്ബിഹിം ലം യഖിറൂ അലൈഹാ സുമ്മൻ വ ഉമ്യാനാ. കണ്ണ് കാണാത്തവനെ പോലെ, കാത് കേൾക്കാത്തവനെ പോലെ, പൊട്ടന്മാരെ പോലെ ആവലെ ഒരു ആയത്ത് പറമ്പത്തുകു ഒരു ശിക്ഷ പറമ്പത്തുകു വിശ്വാസി വർക്കത്തുക്കും അങ്ങനെ ആയിത്തീരല്ലേ. അവന് ചിന്തിക്കുവാൻ, മനസ്സിലാക്കുവാൻ, പഠിക്കുവാൻ, തിരിച്ചു പറയണല്ലോ, തൗബാക്കത്ത് ജീവിക്കണല്ലോ ചെല്ലതായി ആ ഒരു മാനസികമായിട്ടുള്ള ചിന്തന അവനക്ക് വരൂ. അതല്ലാണ്ട് ഏതെങ്കിലും സമുദായത്തെ നോക്കിയിട്ട്, രായത്തെ നോക്കിയിട്ട്, ആൽമാരെ നോക്കിയിട്ട്, വിഭാഗത്തെ നോക്കിയിട്ട് പരിഹാസാക്കുള്ളതല്ല. അത് അംഗീകരിക്കില്ല. വിശുദ്ധ ഖുർആൻ ഒരു വിഷയം നമുക്ക് പടിപാട്ടിത്തന്നെ. സൂറത്തു നൂറിൽ വ്യഭിചാര ആരോപണാക്കുന്നതായ ആൽമാർ, മുഅ്മിനീങ്ങളിടയിൽ ദുഷ്പ്രചാരണം നടത്തുന്നതായ ആൽമാർ, അത് ഏതുമാവട്ടെ തിന്മരെ വ്യാപിക്കുന്ന പരസ്യപ്പെടുത്തുന്നതായ ആൽമാരുടെ ഇടയിൽ വസ്വാസ് ഉണ്ടാക്കുന്നതായ ആൽമാർ മനസ്സിലാക്കണു. അല്ലാഹു സുബ്ഹാനഹു തആല ചൊല്ലുന്നു, ഇന്നല്ലദീന യുഹിബ്ബൂന, ഒരു ആൽമാറുള്ളാർ യുഹിബ്ബൂന അങ്ങ് ഇഷ്ടപ്പെടുറാർ, അൻ തശീഅൽ ഫാഹിഷതു ഫില്ലദീന ആമനു, വിശ്വാസിമാരെ ഇടയിൽ ഫസാദ് ഉണ്ടാക്കുക ആഗ്രഹിക്കുന്നതായ ഫാഹിഷത്ത്, മ്ലേച്ഛമായിട്ടുള്ള വ്യഭിചാര പോലെയുള്ളതായ അല്ലെങ്കിൽ അതുപോലെയുള്ളതായ തിന്മകൾ ഉണ്ടാവുക പ്രചരിപ്പിക്കുക ആഗ്രഹിക്കുന്നതായ ആൽമാർ, ലഹും അദാബുൻ അലീമും ഫിദ്ദുനിയ വൽ ആഖിറ, അങ്ക് ദുനിയാവിലും ആഖിറത്തിലും ശിക്ഷയുണ്ടു ചെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പടിപാട്ടിത്ത. എങ്ങനെ വരും പറ, ദുനിയാവിലും പരലോകത്തിലുമുണ്ടു ഇത്തരത്തിലുള്ള ആൽമാർക്ക് ശിക്ഷ ഉണ്ടു ചെന്ന് ഗൗരവത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പടിപാട്ടിത്തണ്ട്. വിശ്വാസിരെ ജീവനത്തിൽ അത് ഉണ്ടായിക്കൂടാ. ഏതെങ്കിലും ഒരു അപകട പറമ്പത്തുകു, തിന്മ പറമ്പത്തുകു, പരീക്ഷണ പറമ്പത്തുകു അതിൽ ചിരിக்கிறവനല്ല, സന്തോഷപ്പെടുന്നവനല്ല. നേരെ മറിച്ചത്ത് വജിലത്ത് കുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾക്കൊരു പേടിയുണ്ടാവും. അള്ളാഹുരെ ഇക്കാബ് കാണുമ്പൊത്തുകു, ശിക്ഷ കാണുമ്പൊത്തുകു, അള്ളാഹുരെ സംബന്ധിച്ച് മനസ്സിലാക്കുമ്പൊത്തുകു, പഠിക്കുമ്പൊത്തുകു ഹൃദയത്തിൽ പേടിയുണ്ടാവും. രണ്ടാമതായിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല പടിപാട്ടി തന്റെ വഇദാ
തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ. അങ്ങ് അല്ലാഹുവേ ആയത്ത് ഓതി കൊടുത്തിട്ടായെങ്കിൽ പഠിച്ചേണ്ടായെങ്കിൽ അല്ലാഹുവേ കിതാബ് മനസ്സിലാക്കിയേണ്ടായെങ്കിൽ സാദത്തുഹും ഈമാന. അങ്ങനെ ഈമാൻ യാറാവണോ? അപ്പം ഈമാൻ യാറാവുള്ളതായ ഒരേ ഒരു മെഡിസിനായി തിക്കറ് പഠിക്കുന്നത്, ആയത്ത് പഠിക്കുന്നത്. അതേതെങ്കിലും ഒരു ഷോപ്പിൽ പോയിട്ട് പൈസ കൊടുത്തിട്ട് എടുക്കുള്ളതല്ലത് ഈമാൻ ചെന്നെങ്കിൽ. ഈമാൻ ചെല്ല ഓടെയും കിട്ടില്ല. അത് പഠിക്കുമ്പൊത്തുകു മനസ്സിലാക്കുമ്പൊത്തുകു വേണ്ടതായി തിക്കറ്. അള്ളാഹുരെ സംബന്ധിച്ച് മനസ്സിലാക്കുമ്പൊത്തുകു ഖുർആൻ ഓതുമ്പൊത്തുകു പഠിക്കുമ്പൊത്തുകു കിട്ടതായി തിക്കറ് ഈമാൻ ചെല്ലത്. അതെത്ര ആൾമാർക്ക് സാധ്യാവും? ഒരുപാട് ഒരു പ്രാവശ്യമായി തിക്കറ് ഖുർആൻ പഠിക്കറു മനസ്സിലാക്കറു ചെന്തോണ്ടിക്കറത് കേക്കോകു ഞങ്ങളെ കൊണ്ടൊത്തു സാധ്യാവില്ല. പിന്നെങ്ങനെ തിക്കറ്, പിന്നെങ്ങനെ ഞങ്ങളെ ഈമാൻ വർദ്ധിക്കരുത്? അല്ലാഹു സുബ്ഹാനഹു തആല ചെന്നത് വഇദാ തുലിയത് ആയാതുഹു, അല്ലാഹുവേ ആയത്ത് അങ്ക് ഓതി കൊടുത്തിട്ടായെങ്കിൽ സാദത്തുഹും ഈമാനാ, അങ്ങനെ ഈമാൻ യാറാവുറു. വഅലാ റബ്ബിഹിം യതവക്കലൂൻ. മൂന്നാമതായിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല ചെല്ലത് വഅലാ റബ്ബിഹിം യതവക്കലൂൻ, ഞങ്ങളെ റബ്ബുലു അങ്ങ് തവക്കുലാക്കറാറ് അല്ലെ. എല്ലാ വിഷയത്തും അള്ളാഹുരൊട്ടിಗೆ തവക്കുലാക്കുന്നു. ഏത് നിസ്സാരമായിട്ടുള്ള കാര്യമായി തിന്നെങ്കിലും ഞങ്ങൾക്ക് രക്ഷപ്പെടുക ഞങ്ങളെ കൊണ്ടൊത്തു സാധ്യാവില്ല. എത്ര ചെറിയ കാര്യം എന്നെങ്കിലും അള്ളാഹുരൊട്ടിಗೆ തവക്കുലാക്കണു. ഒരു വിശ്വാസിയെ ഗുണമായി തിക്കറത് നിസ്സാരമായിട്ട് ഞങ്ങൾക്ക് തോന്നും. ആയെങ്കിലും 100% സക്സസ് ആവുന്നതായ വിജയിക്കുന്നതായ കച്ചവട സംശയമേ ഇല്ല. നന്റെ ഷോപ്പ് മാത്രമേ ഉള്ള, വേറെ ഒരു ഷോപ്പും കൂടെ ഇല്ല. അതുകൊണ്ട് കച്ചവട നക്ക് കിട്ടുമേ ചെല്ലതായ ആ ഓവർ കോൺഫിഡൻസ് അങ്ങനെ ഇന്നെങ്കിലും അള്ളാഹുരൊട്ടിಗೆ തവക്കുലാക്കണോ. അത് വിശ്വാസിരെ ഗുണമായി തിക്കറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും ചെറിയ ഒരു കാര്യത്തിക്ക് പോലും അള്ളാഹുരൊട്ടിಗೆ തവക്കുലാക്കറതായിട്ട് കാണുക സാധ്യ. ഒരു ദുആ നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആർക്ക് യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം അല്ലേ. അള്ളാഹുവരെ വിശേഷണ വെച്ചിട്ട് പേര് വെച്ചിട്ട് അള്ളാഹുരൊട്ടിಗೆ ദ്വാർക്കറത്. അത് തവസ്സുലും ചെൽ എന്തായിത്തേക്കറ് തവസ്സുൽ. തവസ്സുൽ ചെന്നെങ്കിൽ അത്തഖർറുബു ഇലല്ലാഹി ബിശൈഇൻ യുഹിബ്ബുഹു വയുരീദുഹു. അല്ലാഹു സുബ്ഹാനഹു തആല ഇഷ്ടപ്പെടുന്നതായ കാര്യങ്ങൾ കൊണ്ടൊത്തു അള്ളാഹുഗു മുട്ടാവുന്നത്. അപ്പൊ അള്ളാഹുഗു യാറ് ഞങ്ങൾ മുട്ടാവുന്നുണ്ടായെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പൊത്തുകു അള്ളാഹുഗു യാറ് മുട്ടാവുറു. അള്ളാഹുരെ പേര് പിലിച്ചിത്ത് തവസ്സുലാക്കറെ, പേര് പിലിച്ചിത്ത് അള്ളാഹുരൊട്ടിಗೆ കേക്കറ. പണ്ഡിതന്മാർ നമുക്ക് പടിപാട്ടി തന്നറ തവസ്സുലുരെ ഒരുപാട് മേഖല ഉണ്ട്. 3 നിലക്കുള്ളതായി അനുവദനീയമായിട്ടുള്ള തവസ്സുൽ. അതിൽ ഒന്നാമതായിട്ട് ബി ത്വാഅതിഹി, അല്ലാഹുവരെ അനുസരിച്ചു കൊണ്ടു തവസ്സുലാക്കരെ. അല്ലാഹുവരെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചിട്ട് ഇബാദത്തെടുത്തിട്ട് അല്ലാഹുക്ക് മുട്ടാവുന്നത്, തഖർറുബാവുന്നത്, അത് തവസ്സുലായി തിക്കർ. അദ്ദീനു ദീന് ചെല്ലത് ഹുവ തവസ്സുലു ഇലല്ലാ, അല്ലാഹുവിലെ തവസ്സുലായി തിക്കറ്. ദീൻ്റെ നിയമങ്ങൾ പാലിക്കരുത്. നിസ്കരിക്കുമ്പൊത്തുകു, സുന്നത്തായ കർമ്മങ്ങൾ ചെയ്യുമ്പൊത്തുകു, ദാനധർമാക്കുമ്പൊത്തുകു, സ്വതക്കാക്കുമ്പൊത്തുകു, നോമ്പിടിക്കുമ്പൊത്തുകു, സുന്നത്തായ നോമ്പിടിക്കുമ്പൊത്തുകു എല്ലാം അള്ളാഹുക്ക് ഞങ്ങൾ മുട്ടായോ ടിക്കറ. ഇതൊരു തവസ്സുൽ, ഒരു മാർഗം. അള്ളാഹുക്ക് അടുക്കുള്ളതായ മാർഗം കണ്ടെത്തുന്നത് അത് ഇബാദത്തിലൂടെ.
അതുപോലെ രണ്ടാമതായിട്ട് തവസ്സുലു ബി അസ്മാഇഹി വസിഫാത്തിഹി, അവൻ്റെ പേര് വെച്ചിട്ട് നാമം വെച്ചിട്ട് അല്ലാഹുവൊട്ടിಗೆ കേൾക്കുന്നത്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഊഹു ബിഹാ, അല്ലാഹുവിന് വിശിഷ്ടമായിട്ടുള്ള പേരുണ്ട്, അത് വെച്ചിട്ട് നിങ്ങൾ ദുആ കറൂ ഫദ്ഊഹു ബിഹാ. അതേപോലെ മൂന്നാമതായിട്ട് അത്തവസ്സുലു ബിദുആഇ അഖീക യദഉ ലക, ഒരാളൊട്ടിಗೆ ദുആർക്കു ചെല്ലുന്നത് അന്നോ അല്ലാഹുവരെ ഇബാദത്ത് കൊണ്ടുത്ത് തവസ്സുലാക്കുന്നത്. രണ്ട്, അല്ലാഹുവരെ പേര് വെച്ചിട്ട് അല്ലാഹുവരെ മുട്ടാവുന്നത്. അതുപോലെ മൂന്നാമതായിട്ട് നല്ല നല്ല മനുഷ്യന്മാരെ കൊണ്ടുത്തു അങ്ങോട്ടേക്ക് ദുആർക്കു ചെല്ലുന്നത്. ഇതെല്ലാം അനുവദിക്കപ്പെട്ടതായ തവസ്സുലായി തിക്കറ്, അല്ലാഹുഗു മുട്ടാവുറതായി തിക്കറ്. എന്നാൽ തവസ്സുല് ബാത്തിലായിട്ടുള്ളേ ഹറാമായിട്ടുള്ളേ തവസ്സുലുണ്ടോ? അത് എന്തായി തിക്കറ്? തവസ്സുല് ഇലല്ലാഹി ബി ഇബാദത്തിൽ അംബിയാഇ വൽ ഔലിയാ വൽ കവാകിബി വനഹ്വ ദാലിക്. അല്ലാഹുവരെ അംബിയാക്കളെ കൊണ്ടുത്തു, ഔലിയാക്കന്മാരെ കൊണ്ടുത്തു തവസ്സുലാക്കരുത്. അങ്ങനെ പേര് കൊണ്ടുത്തു, അങ്ങനെ ബർക്കത്ത് കൊണ്ടുത്തു. ഇങ്ങനെ ഇത് ഹറാമായിട്ടുള്ള ശിർക്കായിട്ടുള്ള തവസ്സുലായി തിക്കറ്. അത് പാടില്ല. മരിച്ചുപോയതായ ആൽമാരൊട്ടിಗೆ അങ്ങനെ മുന്നിൽ നിർത്തത്ത്, അങ്ങലൊട്ടിಗೆ അങ്ങനെ മുന്നിൽ നിർത്തത്ത് അല്ലാഹുവൊട്ടിಗೆ പ്രാർത്ഥിക്കരുത്. അത് പാടില്ല. വിശുദ്ധ ഖുർആൻ നമുക്ക് പടിപാട്ടി തന്ന കാര്യ, മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. മുശ്രിക്കീങ്ങളൊട്ടിಗೆ ആരാധനയെ സംബന്ധിച്ചിട്ട് അല്ലാഹുവരെ ആരാധിക്കുന്ന വിഷയത്തെ ഞങ്ങളൊട്ടിಗೆ കേട്ടിട്ടായെങ്കിൽ, അല്ലെങ്കിൽ ബിംബത്തൊട്ടിಗೆ ആരാധിക്കുന്ന സംബന്ധിച്ചിട്ട് ഞങ്ങളൊട്ടിಗೆ കേട്ടിട്ടായെങ്കിൽ നിങ്ങൾ ആരാധന ആക്കാറല്ലേ ചെന്ന് കേൾക്കുമ്പോൾ അങ്ങനെ ഉത്തരായി തിക്കറുമാ നഅ്ബുദുഹും, ഞങ്ങളെ ആരാധന ആക്കില്ല ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ, അല്ലാഹുഗു മുട്ടാവുകവേനായിട്ടും മാത്രമായി തിക്കറുന്നങ്ങ അങ്ങനെ ആരാധന ആക്കിയിട്ടുള്ളേ. ലാത്തയും ഉസ്സ മനാത്ത പോലെയുള്ളതായ ആൽമാരെ ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അല്ലാഹുഗു മുട്ടാവുകവേനായിട്ട് മാത്രമായി തിക്കറ്. അപ്പൊ ഈ ഒരു മരിച്ചുപോയതായി അല്ലെങ്കിൽ ഏതെങ്കിലും ദൈവങ്ങളെ മുന്നിൽ നിർത്തിയിട്ട് പ്രാർത്ഥിക്കുന്നത് അത് ശിർക്കായിട്ടുള്ള തവസ്സുലായി തിക്കറ്. അപ്പൊ മനസ്സിലാക്കണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ പടിപാട്ടതായ ദുആ, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യായിട്ടുള്ളവനെ, എന്നെന്നും ജീവിക്കുന്നതായ അല്ലാഹുവേ, ഹയ്യായിട്ടുള്ളവനെ, യാ ഖയ്യൂം, ലോകത്തെ നിയന്ത്രിക്കുന്നതായ റബ്ബേ, ബിറഹ്മതിക അസ്തഗീസു, നിന്റെ റഹ്മത്ത് കൊണ്ടുത്തു ഞാനിതാ നിന്റെ ഒട്ടിಗೆ കേട്ടോണ്ടുള്ള റബ്ബേ. എന്തായി തിക്കറ്? അസ്ലിഹ് ലീ ശഅനി കുല്ല, നിന്റെ എല്ലാ കാര്യവും നീ നന്നാക്കി തരണം റബ്ബേ, എല്ലാ വിഷയം. വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ, ഒരു വലാ തകിൽനി ഇലാ നഫ്സി, നനക്ക് നീನು ഏൽപ്പിക്കു തീര റബ്ബേ, നിന്റെ എല്ലാ കാര്യം ನಾನು നിന്നിൽ തവക്കുലാക്കിര, നന്റെ നീನು ഏൽപ്പിക്കണ്ട, നക്ക് നീನು ഏൽപ്പിച്ച് തരണ്ട ഒരു ചെറിയ കാര്യം ഓർത്തോളി ചെന്നെങ്കിൽ തൊർഫത ഐൻ, കണ്ണിങ്ങനെ ചിമ്മിത്ത് തുറക്കുന്നതായ സമയ സെക്കൻഡ് പോലും നന്റെ നീ ഏൽപ്പിക്കണ്ട റബ്ബേ, നക്ക് ആവില്ലത്, സാധ്യല്ല. അതുകൊണ്ട് എല്ലാം നീನು ശരിയാക്കണ റബ്ബേ ചെന്ത് അല്ലാഹുവൊട്ടിಗೆ ദ്വാർക്കരതായ ആ ദുആ അത് മനസ്സിലാക്കണം അല്ലേ. ഞങ്ങൾക്ക് ഉറക്കത്തുകും നിർഭയമായിട്ട് നിർഭീതിയായിട്ട് ജീവിക്കൂ സാധ്യമേ അല്ല. നാനാഭാഗത്ത് അപകടങ്ങളെല്ലാം വന്നുകൊണ്ടുണ്ടു. ഞങ്ങൾക്ക് ഉറക്കത്തുകും നാണ് നിർഭയായിട്ടുള്ളേ, നക്കെന്തും ആവില്ലേ, ഞങ്ങൾ അതിൻ്റെ ഫ്ലാറ്റിലല്ലേ, ഇവിടെ എന്തും ഗുഡയുമില്ല, മറവുമില്ല, എന്തുമില്ല. അതുകൊണ്ടെത്തു
പേടിക്കരെ ആവശ്യകതയില്ല ചെല്ലതായ മനോഭാവ ഒരു വിശ്വാസിക്ക് ഉണ്ടാവുക തീര. ഏത് ഫ്ലാറ്റിൽ വെച്ചെങ്കിലും ഓടതിച്ച് തിന്നെങ്കിലും തവക്കുൽ വേണം ഒരു വിശ്വാസിക്ക്. എപ്പായി തിക്കറ് അള്ളാഹുരെ ശിക്ഷ ಬಂಡೆ ಚಂತ ಚೆಲ್ಲಗು ಬಂಡದು ಚಂತ ನಂಗೆ ಸಾಧಿಕ್ಕೂ ಇಲ್ಲ ಚಿಂದಿಕ್ಕೂ ಆವಿಲ್ಲ. കിടന്നുറങ്ങുമ്പൊത്തുകൂ ബണ്ടില്ല ചെല്ലതായ ബിയാറ വേണ്ട. നല്ല ഗട്ടിമുട്ടുള്ള നല്ല ഫ്ലാറ്റിലുള്ളതാണ്, നല്ല കെട്ടുറപ്പുള്ളതായ ബിൽഡിങ്ങിലുള്ള. അതുകൊണ്ടൊത്തു പേടിക്കേണ്ട ആവശ്യകതയില്ല. ഊടെ നിരന്തും വരലെ, ഊടെ തന്നി വരലെ, അത് കീഴല്ലേ. പണ്ട് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മോണു ചെന്നതുപോലെ സആവി ഇലാ ജബലി യഅസുമിനി മിനൽ മാ, ನಾನು വലിയ ಗುಡ್ಡೆಗೆ ನಾನು ಬತ್ತರೆ അവിടെ എന്തും തന്നെയൊന്നും വരല, അവിടെ ഒന്നും തന്നി വരല. ഞാൻ ഫ്ലാറ്റിലുള്ളല്ലേ, 1ാം ഫ്ലോറ് 2ാം ഫ്ലോറ് അതെന്തും വരല. അള്ളാഹുരെ തീരുമാനം എന്നുണ്ടായെങ്കിൽ എത്ര ഫ്ലാറ്റ് എത്ര ഹൈറ്റ് എന്നെങ്കിലും അള്ളാഹു ശിക്ഷ കൊടുക്കുക കഴിവുള്ളവനാണ് ചെന്ന് മനസ്സിലാക്കും. ഇതെല്ലാം ഞങ്ങളെ അണ്ടറിലുള്ളതല്ല ചെന്ന് മനസ്സിലാക്കും. അപ്പോൾ അള്ളാഹുരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആർക്കതായി തിക്റ് ചെറിയ ഒരു വിഷയത്തുക്ക് പോലും അത്ര പോലും ഞങ്ങൾക്ക് സാധ്യമല്ല, ദുർബലനായിട്ടുള്ള ഞാൻ. ഖുലിഖൽ ഇൻസാനു ലഈഫ, ദുർബലനാണ്, ഒക്കെ എന്തും സാധ്യാവില്ല. അതുകൊണ്ടൊത്ത് എല്ലാ കാര്യത്തിലും ഒരു വിശ്വാസിക്ക് തവക്കുൽ വേണോ. അത് അമ്പിയാക്കന്മാരെ മാർഗമായി തിക്കറ് തവക്കുലാക്കുന്നത്, അള്ളാഹുലു ഏൽപ്പിക്കുന്നത്. ഏത് നിസ്സാര കാര്യമാവട്ടെ എന്ത് കാര്യമാവട്ടെ അള്ളാഹുലു തവക്കുലാക്കുന്നത് അല്ലേ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമുറെ ചരിത്രം ഞങ്ങൾ മനസ്സിലാക്കില്ല, നീട്ടി കൊമ്പോണില്ല. അതുപോലെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമുറെ ചരിത്രം എല്ലാം തവക്കുലാക്കിയതായിട്ട് ഞങ്ങൾക്ക് കാണുക സാധ്യ. അവസാന ഘട്ടത്തിൽ പോലും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമുറെ കൗമു ഫിറഔന്റെ ആൽമാർ വധിക്കുകയായിത്തു ബണ്ടാർ. അങ്ങനെ ഓടിപ്പോണ്ടാർ. എല്ലാ നാനാഭാഗത്തിൽ നിന്നും സൈന്യങ്ങൾ പണ്ട് വധിക്കുകയായിട്ട് എല്ലാ സുസജ്ജിതമായിട്ടുള്ള സൈന്യവുമായിട്ട് ബണ്ടാർ. ആ ടൈമിലും എതിരു കടലുണ്ടു തന്നെയായി തിക്കറ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അനുയായിമാരുള്ളാർ. ഖാല അസ്ഹാബു മൂസാ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമുറെ അനുയായിമാർ ചെന്നാറ്, ഇന്നാല മുദ്രക്കൂൻ, ഇനി രക്ഷയില്ല, ഞങ്ങൾ പിടിക്കപ്പെട്ടതായി തിക്കറ്, ഇനി ബച്ചവാകൂ യാതൊരു വേയുമില്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും അവസാന ഘട്ടത്തിൽ പോലും നിരാശ കൈവിട്ടുത്തില്ല. അള്ളാഹുലുല്ലേ ആ വിശ്വാസ ഭരവസ അത് കൈവിട്ടുത്തില്ല. കല്ല, വേണ്ട, ഇന്ന മഈ റബ്ബി സയഹ്ദീൻ, മനസ്സിലാക്കൊരു നിന്റെ റബ്ബുണ്ടു, അവന് ഏതെങ്കിലും ഒരു മാർഗ വേ കാട്ടിത്തരുവാണ്. അങ്ങനെ തിക്കറ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ വ്യഥ കടലടിക്കുന്നതും പിന്നെ പിളർന്ന് അപ്പുറത്ത് പാസ്സാവർ വിജയിക്കുന്നതും എല്ലാം അതിൽ പിന്നെ തിക്കറ് അല്ലാഹുവിന്റെ സഹായമുണ്ട്. അവസാന ഘട്ടത്തിൽ പോലും ഒരു വിശ്വാസിക്ക് ഭരവസ വേണോ, തവക്കുൽ വേണോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും അങ്ങനെ ഹിറാ സൗർ ഗുഹയിൽ ദിക്റതായ സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെറിയ ഒരു വിഷമമുണ്ടാവും, അള്ളാഹു റസൂൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊരു പേടി. ആ സമയത്തിൽ അള്ളാഹു റസൂൽ ചെന്ന് ഇന്നല്ലാഹ മഅനാ ലാ തഹ്സൻ, നീ ബേജാറാവണ്ട, ഇന്നല്ലാഹ മഅനാ, അള്ളാഹു ഞങ്ങളൊട്ടിಗೆ ഉണ്ടു, ഞങ്ങളെ കൂടെ ഉണ്ട്, പേടിക്കരുത്, ബേജാറാവരെന്തുക്ക്. ഇപ്പോൾ ഒരു വിശ്വാസിക്ക് അത് അത്യാവശ്യമായി തിക്കറവൻ്റെ ഗുണവിശേഷണമായി തിക്കറ് തവക്കുലാക്കരുത്. നാലാമതായിട്ട് 5 നേരവും നിസ്കരിക്കുന്നതായ ആൽമാർ, വയുഖീമൂന സ്വലാത്ത, നിസ്കാര നിലനിപ്പാട്ടതായ ആൽമാർ. ഞങ്ങൾ തോന്നിയ സമയത്ത് വന്ന് നിസ്കരിക്കുകയില്ല, അതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചതായ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതായ സമയത്തിൽ വന്ന് നിർവഹിക്കേണ്ടതായി തിക്കറ് ഇബാദത്ത് നിസ്കാര ചെല്ലത്. അങ്ങനെ കൃത്യമായിട്ട് നിസ്കരിക്കുന്നതായ ആൽമാർ. അവസാനമായിട്ട് 5ാമത്തെ ഗുണവിശേഷണമായിട്ട്
അള്ളാഹു പടിപാട്ടി തന്നതു മിമ്മ റസഖ്നാഹും യുൻഫിഖൂൻ, ഞങ്ങൾ കൊടുത്തതിൽ ചെലവാക്കുന്നതായ ആൾമാർ, ഞങ്ങൾ കൊടുത്തതായ സമ്പത്തിൽ അള്ളാഹുരെ മാർഗത്തിൽ ചെലവാക്കുന്നതായ ആൾമാർ. ഈ 5 ഗുണവിശേഷണങ്ങൾ ഉള്ളതായ ആൾമാരെ സംബന്ധിച്ചിട്ട് അള്ളാഹു ചെന്നത് ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ, ഇങ്ങായിത്തിക്കറ് ഹക്കായിത്തുള്ള മുഅ്മിൻ. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഫോൾട്ടായിട്ടായെങ്കിൽ ചില ആൾമാരുണ്ട്, നിസ്കാരമുള്ള കൃത്യമുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ സകാത്ത് കൊടുക്കാത്ത ആൾമാർ, സ്വതക്ക ദാനധർമ്മം കൊടുക്കാത്ത ആൾമാർ, അത് മുഅ്മിൻ്റെ ലക്ഷണത്തിൽ ഒന്ന് പോയിട്ട് അല്ലേ. ഭരവസയില്ലാത്ത ആൾമാർ പലതിലും വിശ്വസിച്ചത് പോണ്ട, പല തോന്നിവാസത്തിലെ ബാക്കിൽ പോണ്ട, അന്ധവിശ്വാസത്തിലെ ബാക്കിൽ പോണ്ട. അപ്പോൾ അതുകൊണ്ട് ഈമാൻ നഷ്ടപ്പെടും, ഒരു ക്വാളിറ്റി അങ്ങ് പോണ്ട്. അപ്പം ഈ 5 ഗുണങ്ങൾ ഇന്നതായ ആൾമാർഗായി തിക്കറി യഥാർത്ഥത്തിൽ ഇന്നമൽ മുഅ്മിനൂന മുഅ്മിനീൻ ചെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല വിശേഷിപ്പിച്ചത്. അപ്പം ഈ 5 ഗുണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തകൂ, ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുവരെ സൂക്ഷിച്ച് ജീവിക്കണോ ചെന്ത് ഇനർക്ക് നിങ്ങളൊട്ടിಗೆ ನಾನು ವಸಿಯತ್ತಾಕಿ ಉಂಟುಲ್ಲೆ, ಉಪದೇಶಾಕಿ ಉಂಟುಲ್ಲೆ. ಎಲ್ಲರಿಗೂ ರಜೆಯಿಂದ ಸಬಲು ഒരു 5 മിനിറ്റ് ലേറ്റായിട്ട് ഇൻഷാ അല്ലാ ಬೇಗ ಅವಸಾನಿಪಿಕ್ಕರೆ. ശക്തമായിട്ടുള്ള മഴ നാലരായത്തും പററായത്തും ബന്ധമുണ്ട്. നാനാഭാഗത്തും ഞങ്ങൾ ഓരോ വാർത്തകൾ കേട്ടുകൊണ്ടുള്ള മണ്ണിടിച്ചൽ, പ്രളയങ്ങൾ, ഭൂകമ്പ, കാറ്റ്, മല, ഇതെല്ലാം ഞങ്ങൾ കേട്ടുകൊണ്ടുള്ള. അല്ലാഹു സുബ്ഹാനഹു തആല അനുഗ്രഹമായിട്ടുള്ള മല ചെല്ലത് 2 രൂപത്തിലുണ്ട്. ഒന്ന് അനുഗ്രഹമായിട്ടുള്ള മലരെ സംബന്ധിച്ച് ഖുർആൻ ഗൈസ് ചെന്തായി തിക്റ് പടിപാട്ടി തന്ന ഗൈസ്. അല്ലാഹുമ്മ അഗിത്നാ ചെന്ത ദുആർക്കറ ഗൈസ്. അതേപോലെ വിശുദ്ധ ഖുർആൻ നമുക്ക് കാണുക സാധ്യ വഅൻസൽനാ മിനസ് സമാഇ മാഅം മുബാറക, നിങ്ങൾക്ക് അനുഗ്രഹീതമായിട്ടുള്ള മലരെ ഞങ്ങൾ ഇറക്കി തന്ന. വഹുവല്ലദീ യുനസ്സിലുൽ ഗൈസ, അവനായി തിക്കർ നിങ്ങൾക്ക് ഗൈസിറെ അനുഗ്രഹീതമായിട്ടുള്ള മലരെ തന്നവനു. മിൻ ബഅദി മാ ഖനതു വയൻസുറു റഹ്മതഹ, വെയിൽ മേലും അതുപോലെ ഏപ്രിലല്ല ചൂടായി തിക്കുമ്പൊത്തുകു, ഭയങ്കര ശക്തമായി ചൂട് പറമ്പൊത്തുകു ഒരു മല വന്നു തിന്നെങ്കിൽ ചെന്ന് ആഗ്രഹിച്ചു പോണ്ട. മലയില്ലാണ്ട് നിരാശരായി തിക്കറെ സമയത്തുക മലരെ കൊതിക്കിറാർ. അതായത് തിക്കറ മിംബാദി കനതു, നിരാശരായിട്ടുള്ളതായ സന്ദർഭത്തിൽ അള്ളാഹു നിങ്ങൾക്ക് മലരെ തന്നാണ്. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു തആല ശിക്ഷരെ മലരെ സംബന്ധിച്ചിട്ട് മതർ ചെന്തായി തിക്റ് പടിപാട്ടി തന്നതുപോലെ വഅംതർന അലൈഹിം മതറ ഫസാഅ മതറുൽ മുൻദരീൻ. അല്ലാഹു സുബ്ഹാനഹു തആല ഞങ്ങ ശിക്ഷ കൊടുത്തതായി ആൽമാർക്ക് മുന്നൽ കഴിഞ്ഞു പോയതായി സമുദായത്തിന് കൊടുത്ത ശിക്ഷ. വഅംതർന ഞങ്ങ മല കൊടുത്ത മതർ ചെന്തായി തിക്കർ. അപ്പോൾ ഇണ്ട് നോക്കിയുണ്ടായെങ്കിൽ യാർത്തുകു നമുക്ക് കാണുക സാധ്യ ഒരു മല പറമ്പത്തുകു പേടിയായി തിക്കർ മനുഷ്യന്മാർ. സ്കൂളും കോളേജെല്ലാം രജയായി തിക്കർ. കാരണം ഇണ്ട് പണ്ട് മലയെല്ലാം മതറായി തിക്കർ അല്ലയ്യ. അംതർന വൈസ് കൊറോടിയായി തിക്കർ. വൈസ് അല്ലാഹുരെ അനുഗ്രഹത്തിര മല കൊറോടി ഇന്ന് കണ്ടോട്ടുള്ളു എല്ലാം മതറായിട്ട് വന്നോണ്ടുണ്ടു. ഒരു ശക്തമായ ഒരു നാല്
നാളെ ചെറുപ്പകാലത്തിലുള്ള ഒരു വാര 2 വാര കണ്ടിന്യൂസ് ആയിട്ട് മല വന്നെങ്കിലും ഒരു അപകടവും ഇല്ലാത്ത അല്ലെ, നിരന്തരമായിട്ട് മല വന്നോണ്ടിന്ത് യാതൊരു അപകടവും ഇല്ലാത്ത. ഇപ്പം 1 നാൾ 2 നാൾ മല നിരന്തരമായിട്ട് വന്നെങ്കിൽ ഇവിടെ കണ്ടതുപോലെ തണ്ണിയും വെള്ളപ്പൊക്കവും എല്ലാം ഉണ്ടാവൂ. അത് മതറായി തിക്കറ്. അതുകൊണ്ടൊത്തു അള്ളാഹുരൊട്ടിಗೆ വിശ്വാസിമാർക്ക് ചെയ്യുള്ളത് പ്രാർത്ഥന മാത്രം. വേറെ എന്ത് ടെക്നോളജിയും മനുഷ്യ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും. പണമുണ്ടു, മുതലുണ്ടു, ടെക്നോളജി ഉണ്ടു, എല്ലാത്തിലും ഞങ്ങൾക്ക് ನಿಪ್ಪಾಟಗೂ ಸಾಧ್ಯ ಅವರು ಚಂತ ಬಿಯಾರಿಕಿರದಾಯ ಮನುಷ್ಯ ದುರ್ಬಲವಾಗಿ ತಿಕ್ಕರು ಚೆಲ್ಲದು ನಂಗೆ ಮನಸ್ಸಿಲಾಕಿರ. അതുകൊണ്ടൊത്തു അള്ളാഹുരൊട്ടിಗೆ പ്രാർത്ഥിക്കുള്ളത് അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മല ಬರುಂಬೊತ್ತಿಗೂ ಪ್ರಾರ್ಥಿಕ್ಕಗೂ ಬಡಿಬಾಟಿರದಾಯಿ ತಿಕ್ಕರ ಅಲ್ಲಾಹುಮ್ಮ ಸೊಯ್ಯಿಬನ್ ನಾಫಿಯಾ നാഫിയായിട്ടുള്ളേ മലര താറബ്ബേ, നാഫിയായിട്ടുള്ളേ ഉപകാരമുള്ളേ മലര തർണോ. മല കൂടിയണ്ടായെങ്കും അല്ലാഹുരെ റസൂൽ പ്രാർത്ഥിച്ചിര്. മല കൂടിയിട്ടില്ല. ആക്ച്വലി ഞങ്ങളുടെ രായത്തിൽ മല കൂടിയിട്ടില്ല. വളരെ വളരെ കുറഞ്ഞ ഒരു സമയമായി തിക്കറ്. ഇന്നലല്ല 5 തിങ്കളും 4 തിങ്കളല്ല മല കണ്ടിന്യൂസ് ആയിട്ട് വന്നോണ്ടിന്ത്. ഇണ്ട് മല ഓടെ ഉണ്ട്. മല കൊറോടിയായി തിക്കർ വന്നത്. ആ ബണ്ട് മലയും അതൊരു ആപ്പത്തര മലയായിട്ട് വന്നോണ്ടുണ്ടു. അതുകൊണ്ടൊത്തു അള്ളാഹുരൊട്ടിಗೆ പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ സൊയ്യിബൻ നാഫിയ, മല ബറുമ്പൊത്തുಗೂ പ്രാർത്ഥിക്കുക വഴിപാട്ട് ഉപകാരമുള്ളേ മല ഞങ്ങൾക്ക് താ. അല്ലാഹുമ്മ ഹവ അലൈന വല അലൈന. ഇനി യാര മലായി തിന്നെങ്കിൽ അള്ളാഹുവെ മലരെ ദൂര നീനാക്ക്. മല ബറാത്ത ജാഗയും ഗുഡ്ഡയും കാടുകും അങ്ങനെയുള്ള ജാഗയ്ക്ക് നീന് മലരെ എത്തുപാട്ട്. വല അലൈന, ഞങ്ങളെ മേല് ആപ്പത്തര മല നീ തരണ്ട റബ്ബേ ചെന്തുള്ള ദുആ നമുക്ക് വേണു. അതുകൊണ്ടത്തെ വിശ്വാസിമാർ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, തൗബാക്കിക്കൊണ്ടിരിക്കണം. ഏത് സന്ദർഭത്തിൽ മരണപ്പെടുക ചെന്ത് ചെല്ലകു സാധ്യമല്ല. ഏത് അപകടത്തിലായിട്ട് മരണപ്പെടുറേ, ഓടായി തിക്കറ് മണ്ണിടിച്ചലുണ്ടാവുറേ, ഓടായി തിക്കറ് പോകുമ്പോഴത്തേക്ക് തലക്ക് മറബൂൽറത് ചെന്ത് ചെല്ലകു സാധ്യമല്ല. അതുകൊണ്ടൊത്തു എപ്പോഴും തൗബാക്കിക്കൊണ്ടിരിക്കണം ചെന്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പടിപാട്ടി തന്തു. അനീബു ഇലാ റബ്ബിക്കും അസ്ലിമു ലഹു മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബു സുമ്മ ലാ തുൻസറൂൻ. വനീബു ഇലാ റബ്ബിക്കും, റബ്ബുകു നിങ്ങൾ ഖേദിച്ചിട്ട് മടങ്ങൊരു. അസ്ലിമു ലഹു, സമ്പൂർണമായിട്ട് നിങ്ങൾ അവനക്ക് സമർപ്പണാക്കിയിട്ട് ജീവിക്കൊരു. മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബ്, അദാബ് ബണ്ടെ മുന്തൽ നിങ്ങളെല്ലാം തൗബാഗെത്ത് മടങ്ങൊരു. സുമ്മ ലാ തുൻസറൂൻ, അദാബ് വന്നാൽ പിന്നെ നിങ്ങളെ സഹായിക്കുക ആരുമുണ്ടാവലെ. വയനാടിൽ ഞങ്ങൾ കണ്ടതായിത്തേക്കര് ചില ആൾമാർ ചെല്ലതായിട്ട് ഞങ്ങൾ കേട്ടതായിത്തേക്കര് ഒരാളുമില്ല സഹായിക്കുക കൂടെ, ആരുമില്ല, ആരും ബന്തില്ല, ആരും എത്തിയിട്ടില്ല. ചെല്ലതായി വാർത്തെല്ലാം ഞങ്ങൾ കേട്ടതായിത്തേക്കര്. അതായിത്തേക്കര് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെന്നത് തുമ്മല തുൻസറൂൻ, പിന്നെ ഒരാളും നിങ്ങളെ സഹായിക്കുക ഉണ്ടാവലെ. ഏത് ഗവൺമെൻറ്റും ഉണ്ടാവലെ. അങ്ങനെ നീയത്തനുസരിച്ചെത്ത് നല്ല മനുഷ്യന്മാർ തൗബാക്കിത്ത് ജീവിച്ച് തിന്നെങ്കിൽ, കിടന്നുറങ്ങി തിന്നെങ്കിൽ അങ്ങനെ നീയത്തനുസരിച്ചെത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്നതുപോലെ യുബ്അസു അലൻ നീയാത്ത്, നീയത്ത് അനുസരിച്ചെത്ത് നാളെ പരലോകത്ത് ഇനിപാട്ടറാണ് ചെന്ത് അള്ളാഹുരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾക്ക് പടിപാട്ടി തന്നത്. കൊണ്ടൊത്തു വിശ്വാസിമാർ എപ്പോഴും അള്ളാഹുകു ഖേദിച്ച് മടങ്ങുന്നതായി സത്യവിശ്വാസി നമ്മ തീരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. 1-2 വിഷയ ചൊല്ലുകൊണ്ടു ഇൻഷാ അല്ലാഹ് ഞങ്ങളെ പള്ളിക്ക് വേനായിത്തോടെ ജാഗെ എടുത്ത് നിങ്ങൾ എല്ലാവർക്കും ഗൊന്തുണ്ടു. അത് കംപ്ലീറ്റായിട്ട് കൊടുത്തു തീർന്നിട്ടില്ല. വലിയ ഒരു സംഖ്യ ഏകദേശം 20 ലാക്കുത്തോളം ഇനിയും ബാക്കി ഉണ്ടു ചെന്തായിത്തിക്കറ മനസ്സിലാക്കിയരെ. അതുകൊണ്ടൊത്തു അള്ളാഹുരെ ഭവനത്തിಗೆ ಬೇನಾಯ್ತು, ಅಲ್ಲಾಹುರೆ ಪಲ್ಲಿಗೆ ಬೇನಾಯ್ತು, ಚುತ್ತಮುತ್ತಲ ഒരു ಜಾಗ. ಅದಕ್ಕೆ ಎಲ್ಲರ ಸಹಾಯ ಅವಶ್ಯಕತೆ ಉಂಟು. നിങ്ങൾക്ക് എത്ര സാധ്യമാവും 1 സെൻസ് ആയെങ്കിൽ 1 സെൻസ്, അല്ലെങ്കിൽ സ്ക്വയർ ഫീറ്റ് കണക്കിൽ 1000, 2000, 3000, 10000 എത്ര എങ്കാവും അള്ളാഹുരെ മാർഗത്തിൽ കൊടുക്കുക. ഞങ്ങൾ ശ്രദ്ധിക്കണം. ഏത് സമയത്തിൽ ആപത്ത് മുസീബത്ത് ബണ്ട് ചെന്ത് ചെല്ലകു സാധ്യമല്ല. ഉള്ള ആൾമാർ
കയ്യിലുള്ള ആൽമാർ നിങ്ങളൊಟ್ಟಿಗೆ ಉಂಡು ബാക്കിയുണ്ട് അതുകൊണ്ടൊത്തു അള്ളാഹുര മാർഗത്തിൽ കൊടുക്കുക ഞങ്ങൾ ശ്രദ്ധിക്കണം. വലിയവരു പ്രതിഫലമുള്ളതായ കാര്യമായി തെക്കൽ പരലോകത്ത് വലിയവരു കൂലിയായി തെക്കർ ഞങ്ങൾക്ക് പരലോകത്തുക്ക് വേനായിട്ട് അവിടെ ഞങ്ങൾക്ക് ജാഗെ വേന അള്ളാഹുരെ ഭവനത്തുക്ക് ഞങ്ങൾ കൊടുക്കണം. അതുകൊണ്ടൊത്തു സാധ്യമാവുന്നതായ ആൽമാർ നിങ്ങളുടെ സഹകരിക്കണം. ഇവിടുത്തെ പള്ളിയുമായിട്ട് പള്ളി കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെടണം. അങ്ങനെ സഹകരിച്ചിട്ട് നല്ലൊരു സഹായം ഉണ്ടാവണം. അതുപോലെ രണ്ടാമത്തെ ഒരു വിഷയം ഇൻഷാ അല്ലാഹ് ഇതേ ഞായറാഴ്ച 2 യൂണിറ്റി ഹാൾ കല്ലാപ്പു ലേന്ത ഖുർആൻ ಯೋಜನೆ ಗೊಂತುಂಡು ഖുർആൻ പഠിக்கிறതായ വിഷയം ഞങ്ങൾ മനസ്സിലാക്കിയ അതുപോലെ എക്സാം എല്ലാം വെച്ച് ലേന്ത ഖുർആൻ ആ എക്സാമിൽ ഉന്നതമായ മാർക്ക് കരസ്ഥമാക്കിയ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എല്ലാം വന്ന ആൽമാർക്ക് ഒരു സമ്മാന ചടങ്ങ് ഉണ്ടു. അതുപോലെ അണ്ടത്തെ ആ 4 പ്രഭാഷണവും വെച്ചിറ അസറുകായി തിക്കറിതെ ഞായറാഴ്ച 4 താരീഖ് അസർ പിടിച്ചിട്ട് ജാവ് 10 ಗಂಟೆ തോലുണ്ട്. അസർ പിടിച്ചിട്ട് മഗ്രിബ് തോല മഹിള സമാവേശമുണ്ട്. പെണ്ണിങ്ങ് പേനായിട്ട് പ്രത്യേകമായിട്ടുള്ള ക്ലാസ് ഉണ്ട്. അതുപോലെ മഗ്രിബിൽ പിന്നെ 10 ಗಂಟೆ തോലു പ്രഗത്ഭരായിട്ടുള്ള പണ്ഡിതന്മാർ ജണ്ട് അഹമ്മദ് അനസ് മൗലവി അതുപോലെ അബ്ദുൽ അസീം തുടങ്ങിയ മദനി തുടങ്ങിയ പണ്ഡിതന്മാർ പ്രഭാഷണം നടത്താറ്. ഇതിಗೆಲ್ಲರೂ നിങ്ങളെ സഹകരിക്കണം. എല്ലാ പോയിട്ട് എല്ലാ ആൽമാർ സാധിക്കറ ആൽമാർ പോയിട്ട് ಅದರ പ്രയോജന എടുക്കണം. അതിക്കൊരു വലിയ ഒരു ചെലവുരെ ആവശ്യകത ഉണ്ട്. അതുകൊണ്ട് ഉണ്ട് പള്ളിയിൽ അധിക പേനായിട്ട് നാലക്കലിലെ പ്രോഗ്രാമുക പേനായിട്ട് വലിയ ചിലവുണ്ട്. അതുകൊണ്ടായിട്ട് ഇതിൻ്റെ കളക്ഷൻ നടക്കറ്. നിങ്ങളെല്ലാവരും സഹകരിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഞങ്ങാക്കിപ്പോയതായ മുഴുവൻ ദോഷത്തരെ റബ്ബു സുബ്ഹാനഹു തആല പുറത്ത് മാഫാക്കി തരുമാറാവട്ടെ. ഞങ്ങൾ എന്ത് രോഗം കൊണ്ടുത്തു കഷ്ടപ്പെടുന്നതായി എത്രയോ സഹോദര സഹോദരിമാരുള്ളാർ, പ്രാർത്ഥിക്കു വസിയത്താക്കിയതായി എത്രയോ ആൽമാരുള്ളാർ. പേര് ചെല്ലകു സമയമില്ല. അത്രയും ആൽമാർ ദുആർക്കു വസിയത്താക്കിയത്. അതുകൊണ്ടൊത്തു എല്ലാവർക്കും വേനായിട്ട് ഞങ്ങൾ ദുആർക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല ഞങ്ങളെ രോഗത്തെ എത്ര വേഗ ശിഫ കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. മാരകമായിട്ടുള്ള രോഗത്തിൽ നിന്നും അപകട മരണത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു തആല ഞങ്ങളെയും ഞങ്ങളെ കുടുംബത്തെയും അല്ലാഹു കാത്ത് സലാമത്താക്കട്ടെ. ഭൂകം കൊണ്ടുത്തു ഉരുൾപൊട്ടൽ കൊണ്ടുത്തു മരിച്ചതായ എത്രയോ സഹോദര സഹോദരിമാരുള്ള അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാവർക്കും അല്ലാഹു മാഫാക്കി കൊടുക്കുമാറാവട്ടെ. അങ്ങനെല്ലാവരെയും നാളെ പരലോകത്ത് ഉണ്ട് ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين. أقيموا الصلاة.